ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ നേരിട്ട് ക്ഷേമ പെൻഷനുകൾ അർഹിക്കുന്ന വ്യക്തികളിലെത്തിക്കുക. അതാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റാണ് ആദ്യമായി എടുക്കുന്നത്. അങ്ങനെ അതായത് കേന്ദ്ര ബാങ്ക് ആ തീരുമാനം എടുക്കുകയും ഓരോ വ്യക്തിയുടെ ഈ ക്ഷേമ പെൻഷന് അർഹതയുള്ള ഓരോ വ്യക്തിയുടെയും ആധാർ കാർഡുമായി ബാങ്കുകളിൽ ആധാർ കാർഡുമായി അവരെ ബന്ധിപ്പിച്ച് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് എത്രയായാലും എത്തിക്കുക. അങ്ങനെ ബാങ്കുകളിൽ നിന്ന് അവ നേരിട്ട് അവർ സ്വീകരിക്കുക. ഇതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെൻറ് മുന്നേറാൻ ഇടയായത്? കാരണം ഇത് വേറെ ഏതെങ്കിലുമൊക്കെ മാർഗങ്ങൾ വഴി ഗുണഭോക്താക്കളിൽ എത്തുമ്പോൾ അതിനിടയ്ക്ക് ചിലപ്പോൾ ഇടനിലക്കാരുണ്ടാകാം. ഇടനിലക്കാരുണ്ടെങ്കിലും ചോർച്ച സാധ്യമാണ്. മറ്റേത് സാഹചര്യത്തിലൂടെയാണ് ഇതിവരിലെത്തുന്നത് എങ്കിലും ഇത് പൂർണ്ണമായും ഇവരുടെ അടുക്കൽ എത്തണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് ഗവൺമെൻറ് ലഭ്യമാക്കുന്ന തുക യഥാർത്ഥ ഗുണഭോക്താക്കളുടെ കയ്യിൽ കൃത്യമായി എത്തിച്ചേരുക, അതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. 2016-17 കേരളത്തിൽ LDF ഗവൺമെൻറ് ഭരണത്തിലെത്തിയതിന് ശേഷമാണ്. അതിനു മുൻപ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അത് നടപ്പാക്കാൻ ഒത്തില്ല. അങ്ങനെ ഇരിക്കെയാണ് LDF ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നത്. അവർ ഈ പദ്ധതി തുടക്കം കുറിച്ചത്. അങ്ങനെ തുടക്കം കുറിച്ചപ്പോൾ തന്നെ സഹകരണ ബാങ്കുകൾ വഴി, അതായത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കേണ്ട കുറേ പേർക്ക് അങ്ങനെ എത്തുന്നു. ഒരു വിഭാഗം പേർക്ക് അതായത് ബാങ്ക് അക്കൗണ്ടുകളില്ലാത്തവർ, അത് ബാങ്കിൽ പോയി കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, അത്തരക്കാർക്കൊക്കെ വേണ്ടിയിട്ട് സഹകരണ ബാങ്കുകൾ വഴി സഹകരണ ബാങ്കുകളുടെ ഏജൻസ് വീടാന്തരം പോയി ഇത് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് തുടങ്ങിയിരുന്നത്. അപ്പോൾ ആ സമ്പ്രദായ പ്രകാരം ഇത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരാൾക്ക് 25 രൂപ അതിൻ്റെ പേരിൽ കിട്ടുമായിരുന്നു. അതായത് ഈ ഗുണഭോക്താവിൽ നിന്നല്ല, സഹകരണ സംഘങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് 25 രൂപ ആ വഴിയിലും. ഇത് നടപ്പാക്കുന്നതിന് ഓരോ വ്യക്തിയുടെ പേരിലും 5 രൂപ എന്ന തോതിൽ സംഘത്തിനും കിട്ടുമായിരുന്നു. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരുന്ന സഹകരണ സംഘങ്ങൾ ഒക്കെ ഒരു വരുമാന മാർഗമായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ആകെ 52 ലക്ഷത്തോളം പേരാണ് ഈ പറയപ്പെട്ട ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഒക്കെ അർഹരായിരുന്നവർ. അതിൽ 23 ലക്ഷവും വീട്ടിലെത്തിച്ച് വാങ്ങുന്നവരായിരുന്നു. ബാക്കിയുള്ളവർ നേരിട്ട് അവരുടെ അക്കൗണ്ട് വഴി വാങ്ങുന്നവരും. അപ്പം സഹകരണ ബാങ്കുകളോട് സഹകരിച്ച് ഈ പ്രവൃത്തി, അതായത് ഈ 23 ലക്ഷം പേരിലേക്ക് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വിതരണം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ 1625 പേരാണ്. അപ്പോൾ ഈ 1625 പേരും സത്യം പറഞ്ഞാൽ LDF ഗവൺമെൻറ് കാലത്ത് സഹകരണ സംഘങ്ങൾ തന്നെ, ഒട്ടുമിക്ക സഹകരണ സംഘങ്ങളും വലിയ വിഭാഗം സഹകരണ സംഘങ്ങളും LDFൻ്റെ അധീനതയിലായിരുന്നു. ഇങ്ങനെ ഈ വിതരണത്തിന് സഹായിച്ചിരുന്നവരും സഖാക്കൾ തന്നെയായിരുന്നു എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. അപ്പോൾ ഈ സഖാക്കളെ സംബന്ധിച്ച് ഈ 23 ലക്ഷം പേരിലേക്കാണ് ഇങ്ങനെ ഈ എമൗണ്ട് എത്തുന്നത് എന്നതുകൊണ്ട് ഓരോ വ്യക്തിയുടെ പേരിലും 25 രൂപ എന്ന് പറയുമ്പോൾ അതൊരു നല്ല വരുമാന മാർഗമായിരുന്നു. അതുപോലെ തന്നെ ഒരു സഹകരണ ബാങ്കിന് ഓരോ വ്യക്തിയുടെയും പേരിൽ ഗവൺമെൻറ് 5 രൂപ കൊടുക്കുന്നു എന്നുള്ളത് സഹകരണ സംഘത്തെ സംബന്ധിച്ചും ഒരു വരുമാന മാർഗമായിരുന്നു. ഈ വരുമാന മാർഗം അടയുന്ന തീരുമാനമാണ് ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് VD സതീശൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏകപക്ഷീയമായ തീരുമാനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി കൊണ്ടുവന്നത് തന്നെ ഇങ്ങനെ ഏജൻസ് വഴി കൊടുക്കണം എന്ന താല്പര്യത്തോടെ അല്ല, നേരിട്ട് ഇത് ഗുണഭോക്താക്കളിൽ എത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് തന്നെ ഇപ്പോൾ നേരിട്ടറിയാം.
ഒരു ഗുണഭോക്താവിൽ എത്തുന്നതിന് ഒരു വ്യക്തിക്ക് 25 രൂപ, ആ സഹകരണ ബാങ്കിന് 5 രൂപ, ഇത്രയും പോകുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ്. ഇനി അതുപോലെ ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ഇങ്ങനെ ഗുണഭോക്താക്കളെ അപ്രോച്ച് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഓരോ ഗുണഭോക്താവും തങ്ങൾക്ക് ഈ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്നവർക്ക് 100 രൂപയോ അതിൽ കൂടിയതോ ആയ ഒരു തുക കൊടുക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയായിരുന്നത് LDF ഗവൺമെൻറ് പോകുന്നതിന് മുൻപ് തന്നെ 2000 രൂപയാക്കി ഉയർത്തി. അപ്പോൾ ഓരോ മാസവും കിട്ടുന്ന, എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടിയില്ല, പക്ഷേ എപ്പോഴെങ്കിലും കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടുന്ന തുകയിൽ നിന്ന് അത് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നയാൾക്ക് 100 രൂപയെങ്കിലും കൊടുത്ത് സന്തോഷവാനാക്കി വിടുക എന്ന ഒരു യുക്തി ചിന്തയായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കാൻ. അപ്പം ഓർമ്മിക്കേണ്ടത്, ഈ പണവുമായി ഗുണഭോക്താക്കളെ അപ്രോച്ച് ചെയ്യുന്ന സഖാക്കൾ അല്ലെങ്കിൽ ആര് തന്നെയും ആകട്ടെ, അവരാണ് വലിയ ബെനിഫിഷ്യറീസ്. കാരണം അവരുടെ കയ്യിൽ കിട്ടുന്നത് 1600 2000 ഒന്നുമല്ല, അതിനേക്കാളൊക്കെ വലിയ തുകയാണ് പലരിൽ നിന്നായി അവരുടെ കയ്യിലേക്ക് എത്തുന്നത്. അവരുടെ കയ്യിലെത്തുന്നത് എന്ത് തന്നെയും ആകട്ടെ, ഇത് ഖജനാവിനൊരു ചോർച്ചയുണ്ടാക്കുന്നു. അതായത് 25 രൂപ ഓരോ ഗുണഭോക്താവിൻ്റെയും പേരിൽ ഈ വിതരണക്കാരന് 25 രൂപ കൊടുക്കുന്നു, സഹകരണ ബാങ്കിന് 5 രൂപ കൊടുക്കുന്നു. അങ്ങനെ തന്നെ സർക്കാരിൽ നിന്ന് ഒരു ചോർച്ചയുണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആക്കിയത് തന്നെ ഇതിൽ നിന്ന് ഒരു പൈസ പോലും പാഴാകാതെ കൃത്യമായി ഇത് മുഴുവനും ഗുണഭോക്താവിൽ എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഉദ്ദേശമാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്. കാരണം ഓരോ ഗുണഭോക്താവും അവരെ അപ്രോച്ച് ചെയ്യുന്ന, അവർക്ക് ഈ പണവുമായി എത്തുന്ന ഗുണഭോക്താവിന് വിതരണക്കാരന് 100 രൂപയിൽ കുറഞ്ഞ ഒരു എമൗണ്ട് എങ്ങനെയാണ് കൊടുക്കുക? അപ്പോൾ എങ്ങനെയും ഒരു 100 രൂപയെങ്കിലും അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് കിട്ടുന്ന അവർക്ക് കിട്ടേണ്ടതിൽ നിന്ന് പോലും ഒരു വരുമാനക്ഷതം ഉണ്ടാകാനിത് കാരണമാകുന്നു. ഇനി ഇതൊന്നും മാത്രമല്ല, വേറെ നമ്മൾ CAG റിപ്പോർട്ട് എടുത്തു നോക്കണം. CAG റിപ്പോർട്ട് 2023 റിപ്പോർട്ട് എൻ്റെ കയ്യിലിരിക്കുന്നു. ഈ CAG റിപ്പോർട്ട് 2022 റിപ്പോർട്ട് നമ്പർ 7 ഒന്ന് എടുത്തു നോക്കണം. റിപ്പോർട്ട് നമ്പർ 7 എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എപ്പോഴും അവർ സർക്കാരിനെ വെറുതെ അപകീർത്തിപ്പെടുത്തുകയല്ല ചെയ്യുക. സാധാരണ രീതിയിൽ എല്ലായ്പ്പോഴും വസ്തുനിഷ്ഠമായി കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി ആ ഓഡിറ്റ് റിപ്പോർട്ട്സാണ് അവർ വെളിയിൽ വിടുന്നത്. അത് വിമർശനാത്മകമാകാം, സാധാരണ രീതിയിൽ നോർമലായിട്ട് തന്നെയാണ് അവരാരെയും വിമർശിക്കുന്നത്. പക്ഷേ അങ്ങനെ വിമർശിക്കുമ്പോൾ തന്നെ ഗുരുതര ആരോപണങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ഇപ്പോൾ 2024 CAG റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങൾ ആരും ഇതുവരെ മറന്നുപോയിട്ടുണ്ടാവില്ല. ഈ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ് സേവന സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ഇൻഫർമേഷൻ കേരള മിഷനാണ്. ആ IKM ഇൻഫർമേഷൻ കേരള മിഷൻ തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഓപ്പറേഷണൽ ഡെഫിഷ്യൻസി, വേണ്ട രീതിയിൽ ആ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് വന്ന ഒരുപാട് പാളിച്ചകൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരുടെ റിപ്പോർട്ട് നമ്പർ 7 2022 ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഈ IKM ചെയ്യേണ്ടിയിരുന്നത്? IKM ഈ സോഫ്റ്റ്വെയർ, സേവന സോഫ്റ്റ്വെയർ തയ്യാറാക്കിയപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, സത്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണല്ലോ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൃത്യമായി ഇത് പഠിപ്പിച്ച് ഇതിൽ തെറ്റുകൂടാതെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിലാക്കി എടുത്തിരുന്നു എങ്കിൽ CAG ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാകുമായിരുന്നില്ല. അത് IKM ചെയ്തില്ല. IKM തന്നെ കണ്ടില്ല എന്ന രീതിയിൽ ഈ സേവന സോഫ്റ്റ്വെയറിന് വേണ്ടത്ര നിരീക്ഷണങ്ങളൊന്നുമില്ലാതെ, കറക്ഷൻസ് ഇല്ലാതെ, പഠിപ്പിക്കാതെ മുൻപോട്ട് പോയി എന്നതുകൊണ്ടാണ് വലിയ തരത്തിലുള്ള തെറ്റുകൾ ഇതിനകത്ത് കടന്നുകൂടുന്നത്. അപ്പോൾ ഈ തെറ്റുകൾ കടന്നുകൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നോക്കുക, CAG ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് 1458 സർക്കാർ ജീവനക്കാർ ഈ പറയപ്പെട്ട സേവന പെൻഷൻ വാങ്ങിക്കുന്നു.
അതായത് താഴെ നിൽക്കുന്ന ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുന്ന വയോധികർ, വിധവകൾ, അങ്ങനെ പല തരത്തിലുള്ളവർ, അംഗവിഹീനർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ പറയപ്പെട്ട പെൻഷനുകൾ കൊടുക്കുന്നത്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നത്. ആ കൂട്ടത്തിലാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്രധാന വകുപ്പുകളിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ പെൻഷൻ പറ്റുന്നത്? അവരുടെ ശമ്പളത്തോടൊപ്പമാണ് എന്ന് ഓർക്കണം. ഈ പെൻഷൻ മാത്രമല്ല അവർ പറ്റുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ 124 പേര്, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേര്, ആയുർവേദ വകുപ്പിൽ 114 പേര്, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേര്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേര്, ഹോമിയോപ്പതി രംഗത്ത് ഗവൺമെൻറ് ഹോമിയോപ്പതി രംഗത്ത് 41 പേര്, കൃഷി വകുപ്പിൽ 35 പേര്, റവന്യൂ വകുപ്പിൽ 35 പേര്, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34 പേര്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ 27 പേര്, പോലീസ് വകുപ്പിൽ 10 പേര്. ഇങ്ങനെയാണ് 1458 ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അതിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് തൊട്ട് താഴേക്കുള്ളവരുമുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടെത്തലുകൾ കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇതിനേക്കാൾ ഇത്തരം പേർക്ക് തന്നെ ഈ പറയപ്പെട്ട 2024 CAGയുടെ കണ്ടെത്തലനുസരിച്ച് 2.7 കോടിയാണ് ഈ പറയപ്പെട്ട 1458 സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഈ പറയപ്പെട്ട ഈ സേവന, അതായത് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആയിട്ട് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ചോർന്നു പോയിട്ടുള്ളത്. ഈ പറയപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെ. അപ്പോൾ ഈ സേവന സോഫ്റ്റ്വെയർ വേണ്ട രീതിയിൽ മാനേജ് ചെയ്തിരുന്നുവെങ്കിൽ, ഇൻഫർമേഷൻ കേരള മിഷൻ ആകട്ടെ, അതുമല്ലെങ്കിൽ ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകട്ടെ, അവർ ഈ സോഫ്റ്റ്വെയർ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പൊറുക്കാൻ വയ്യാത്ത തെറ്റ് സംഭവിക്കില്ലായിരുന്നു. ഒരു പക്ഷേ ഈ പറയപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ അംഗവൈകല്യം പ്രാപിച്ചവരോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ 1600 രൂപ പെൻഷൻ കിട്ടുന്ന കാറ്റഗറിയിലുള്ളവരായിരുന്നിരിക്കാം തൊഴിൽ ലഭ്യമാകുന്നതിന് മുൻപ്. പക്ഷേ അവർക്ക് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും അവരെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തില്ല. അവരാണെങ്കിലോ അവരുടെ സത്യസന്ധത മൂലം തുറന്നു പറഞ്ഞ് ആ പെൻഷൻ വേണ്ടെന്ന് വച്ചതുമില്ല. ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ 1458 സർക്കാർ ജീവനക്കാർ തന്നെ ഈ പെൻഷൻ പറ്റുന്ന ഇതിലേക്ക് വന്നതും ഈ 2.7 കോടി, അതായത് 2,70,00,000 രൂപ ഒരു മാസം, ഒരു വർഷമല്ല, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് അതുവഴി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയതും. അപ്പോൾ ഇനി അവിടെ തീരുന്നില്ല. ഇതിനേക്കാളൊക്കെ വലിയ കണ്ടെത്തലുകളാണ് CAG കണ്ടെത്തി നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് CAG ഒരു ബെനഫിഷ്യറി സർവേ നടത്തിയാണ് കേട്ടോ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. അതായത് CAG കണ്ടുപിടിച്ചിരിക്കുന്നതിനനുസരിച്ച് ഒന്നിലധികം പെൻഷനുകൾ, അതായത് ഏതെങ്കിലും ഒരു പെൻഷനെ ഒരു വ്യക്തിക്ക് വാങ്ങാവൂ, അതാണ് നിയമം. പക്ഷേ ഒന്നിലധികം പെൻഷനുകൾ വാങ്ങുന്നവരെ CAG കണ്ടെത്തി എല്ലാ ജില്ലകളിലും. അതുപോലെ പക്ഷേ CAG എല്ലാ ജില്ലകളിലും നടത്തിയില്ല. അവരുടെ സർവേ നടത്തിയത് സിലക്റ്റഡ് ഡിസ്ട്രിക്ട്സിൽ മാത്രമാണ്. ആ ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ഈ ഒന്നിലധികം പെൻഷൻസ് മേടിക്കുന്നവരുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മറ്റ് ജില്ലകളിലും ഉണ്ടാകും എന്നുറപ്പ്. അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ ഗവേഷകർ ചെയ്യുന്നത്. ഗവേഷകർക്ക് ലോകത്തുള്ള മുഴുവൻ മേഖലയിലും പോയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരൊരു റീസണബിൾ ഡേറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു റീസണബിൾ ഏതാനും ജില്ലകൾ സെലക്ട് ചെയ്ത് ആ ജില്ലകളിൽ പിന്നെ CAG നടത്തിയ സർവേ, ആ സർവേയിൽ കണ്ടെത്തിയത് ഒന്നിലധികം പെൻഷൻ മേടിക്കുന്നവരുണ്ട്. തീർന്നില്ല, മരിച്ചതിന് ശേഷവും പെൻഷൻ മേടിക്കുന്നവരുണ്ട്. വളരെ രസകരമല്ലേ ആ കണ്ടെത്തലൊക്കെ? അതൊക്കെ അതിൻ്റെയൊക്കെ ഡേറ്റ കൃത്യമായിട്ട് പറയുകയാണ്. അതായത് ഒന്നിലധികം പെൻഷൻ മേടിക്കുന്നവരുണ്ട് എന്നതിൻ്റെ കണ്ടെത്തൽ അതിനുവേണ്ടി എടുത്തു പഠിച്ച ജില്ലകളെ ഇടുക്കി, മലപ്പുറം, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളാണ് CAG എടുത്തു പഠിച്ചത്. അപ്പോൾ ഇടുക്കിയിൽ 159 പേരിലേക്കാണ് ഇടുക്കി ജില്ലയിലെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോകുന്നവരെ പറ്റിയുള്ള പഠനം ചെന്നെത്തിയത്. അതിൽ 23 കേസസ് ഈ പറയുന്നത് പോലെ ഇറഗുലർ ആയിട്ടുള്ള കേസായിരുന്നു. മലപ്പുറത്ത് 184 കേസ് എടുത്തു. 25 പേർ
അർഹതയില്ലാത്തവരായിരുന്നു. അതായത് ഒന്നുകിൽ ഡബിൾ പെൻഷൻ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം പെൻഷൻ, ആ തരത്തിൽ ഒരു തരത്തിൽ അർഹതയില്ലാത്ത കാറ്റഗറിയിൽ 25 കണ്ടു. പത്തനംതിട്ട 175 ഡേറ്റ എടുത്തു, അതിൽ 50 ഈ തരത്തിലുള്ളതായിരുന്നു. തിരുവനന്തപുരം 52 ഡേറ്റ എടുത്തു, അതിൽ 22 ഇറഗുലർ ആയിരുന്നു. തൃശ്ശൂർ 202 ഡേറ്റ എടുത്തു, അതിൽ 32 ഇറഗുലർ ആയിരുന്നു. അപ്പോൾ ഈ ജില്ലകളിലൊക്കെ ആയിട്ട് 772 ഡേറ്റ എടുത്തപ്പോൾ 152 ഡേറ്റയും ഇറഗുലർ ആയിരുന്നു, അനർഹമായിട്ട് പെൻഷൻ പറ്റുന്നവരായിരുന്നു. ഇനി നമുക്ക് അവർ ഡിസ്ട്രിക്റ്റ് വൈസായിട്ട് നടത്തിയ മറ്റ് പഠനങ്ങളിലേക്കും കൂടി ഒന്ന് പോകാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതായത് ഒന്നിലധികം പെൻഷൻ മേടിക്കുന്നവരുടെ കേസസ് ആണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് ആകെ സംസ്ഥാനത്തെ 823 അവർ കണ്ടെത്തിയത്. 823 പേരുടെ പേരിൽ 1703 പെൻഷൻ ID കാർഡുകൾ കണ്ടെത്തുകയുണ്ടായി. ഇനി അവർ കൈപ്പറ്റിയ പണം 382,88,00,000 അതായത് ഈ പറയപ്പെട്ട 823 വ്യക്തികൾ അവരുടെ കയ്യിൽ 1703 പെൻഷൻ ID കാർഡുകൾ ഉണ്ട്. അങ്ങനെ അവർ, അതായത് ഒന്നിലധികം പെൻഷൻ മേടിക്കുന്നത്, അങ്ങനെ 823 പേര് തെറ്റായ രീതിയിൽ പെൻഷൻ മേടിച്ചതാണ് 382.88 കോടി. അപ്പം നമ്മുടെ ഖജനാവിൽ നിന്നുള്ള ലീക്കേജാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം സേവന സോഫ്റ്റ്വെയറിലെ തെറ്റുകൾ മൂലം, അതിലെ അശ്രദ്ധ മൂലം, അത് കറക്റ്റ് ചെയ്യാത്തത് മൂലം, ഇൻഫർമേഷൻ കേരള മിഷൻ അത് വേണ്ട രീതിയിൽ പരിശോധിക്കാത്തത് മൂലം സംഭവിച്ചതാണ് ഈ വലിയ അപരാധങ്ങൾ. അതായത് ടോട്ടൽ കേസസ് അവർ CAG ഇടുക്കി, മലപ്പുറം, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്രയും ജില്ലകളിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മരിച്ചവർ പെൻഷൻ വാങ്ങുന്ന പഠനം നടത്തിയത്, അതിൻ്റെ ഡേറ്റ എടുത്ത് പഠിച്ചത്. അങ്ങനെ പഠിച്ചപ്പോൾ ഇടുക്കിയിൽ 206 പേര് മരിച്ചിട്ടും പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തി. ആ രീതിയിൽ സർക്കാരിന് ഖജനാവിൽ നിന്നുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 39,21,00,000. ഇനി മലപ്പുറത്ത് 143 പേർ മരിച്ചിട്ടും പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തി. 17.76 കോടിയാണ് ഖജനാവിനുണ്ടായ നഷ്ടം. പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നാൽ 304 പേരാണ് മരിച്ചിട്ടും പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയത്. 61,99,00,000 ഖജനാവിനുണ്ടായ നഷ്ടം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ 522 പേരാണ് മരിച്ചിട്ടും പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയത്. ആ വഴിയിൽ സർക്കാരിനുണ്ടായ നഷ്ടം, ഖജനാവിനുണ്ടായ നഷ്ടം 74,99,00,000. ഇനി തൃശ്ശൂരേക്ക് വരാം. 523 പേരാണ് തൃശ്ശൂരിൽ മരിച്ചിട്ടും പെൻഷൻ വാങ്ങിയവർ ആയി കണ്ടെത്തിയത്. ആ വകയിൽ സർക്കാരിനുണ്ടായ നഷ്ടം 68,93,00,000. ആകെ സർക്കാരിനുണ്ടായ നഷ്ടം 262,88,00,000. അപ്പം ഈ തരത്തിലുള്ള കണ്ടെത്തലുകളാണ് CAG നടത്തിയിരിക്കുന്നത് എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. തീർന്നില്ല, ഇനി വലിയ കണക്കുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ കണക്കുകളെല്ലാം വായിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിൻ്റെ പണം സഹകരണ ബാങ്കുകളിൽ നിന്ന് മാറ്റി നേരിട്ട് അവരിലേക്ക് കൊടുക്കുന്ന ഒരു രീതി, ഒരു സമ്പ്രദായം കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവരുമ്പോൾ കിടപ്പ് രോഗികൾ ഒക്കെ എങ്ങനെയാണ് ആധാർ കാർഡ് ഉപയോഗിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കുക, ഇത് വലിയ ക്രൂരതയല്ലേ എന്നൊക്കെ വിമർശനം തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയും നിന്ന്. അതും ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു തെറ്റായ നയമാണ് എന്ന് വരെ പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേര്. പ്രത്യേകിച്ചും ഗവൺമെൻറ്റിനെ വിമർശന ബുദ്ധിയെ മാത്രം കാണുകയും ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ കാര്യത്തിലും തെറ്റ് കണ്ടെത്താൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്നവർ. നമ്മളൊരു കാര്യം ഓർക്കണം, ഈ അടുത്ത ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം തന്നെ പുതുതായിട്ട് തുടങ്ങുന്നതും അതിനുവേണ്ടി
ഒരുപാട് തീരുമാനങ്ങൾ, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തതും. എന്തിനാണ് അങ്ങനെ തീരുമാനങ്ങൾ എടുത്തത്? അദ്ദേഹത്തിൻ്റെ ബജറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നികുതി വർദ്ധിപ്പിക്കാനുള്ള വളരെ ചുരുക്കം സാധ്യതകൾ. കാരണം എല്ലാ നികുതികളും ഇപ്പോൾ, അതായത് മദ്യത്തിൻ്റെ നികുതിയാകട്ടെ, ഈ ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത അത്ര ഉയരത്തിലാണ് മദ്യത്തിൻ്റെ നികുതി കേരളത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ അവിടെ നികുതി വർദ്ധിപ്പിക്കുവാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ ലാൻഡ് നികുതിയാകട്ടെ, കെട്ടിട നികുതിയാകട്ടെ, അങ്ങനെ സാധാരണക്കാരിൽ നിന്ന് പിരിക്കാവുന്ന നികുതി GST തീരുമാനിക്കേണ്ടത് GST കൗൺസിലാണ്, സംസ്ഥാന ഗവൺമെൻറ് അല്ല. അതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നികുതി പിരിക്കാൻ ഉള്ളത് ഏതൊക്കെ കാര്യങ്ങളാണ്? നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അറിയാമായിരിക്കും ഏതൊക്കെ നികുതികളാണ് ഒരു സംസ്ഥാനത്തിന് പിരിക്കാവുന്നതെന്ന്. സംസ്ഥാനത്തിന് ചിന്താണ് ഒന്നാമത് പെട്രോൾ ഡീസൽ നികുതി. പെട്രോൾ ഡീസൽ നികുതിയും ഈ കാലത്ത്, അതായത് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് വർദ്ധിപ്പിച്ചില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ട് കേന്ദ്രം വർദ്ധിപ്പിച്ചത് വെട്ടിക്കുറച്ചില്ല എന്നൊരു വിമർശനം അപ്പോഴും ഉണ്ടായി. അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് വർദ്ധിപ്പിക്കേണ്ടിയിരുന്നതാണ് ധനപ്രതിസന്ധി മൂലം. പക്ഷേ വർദ്ധിപ്പിക്കാതിരുന്നു എന്നതിന് തന്നെ ഗവൺമെൻറ്റിന് നന്ദി പറയേണ്ടതാണ്. അപ്പോൾ അതാണ് ഒരു വരുമാന മാർഗം, നികുതി ഗവൺമെൻറ്റിന് വർദ്ധിപ്പിക്കാവുന്ന, സംസ്ഥാന ഗവൺമെൻറ് വർദ്ധിപ്പിക്കാവുന്ന. രണ്ടാമത്തേതും ഏറ്റവും കൂടുതൽ വരുമാന മാർഗവുമാണ് മദ്യനികുതി. ആ മദ്യനികുതിയാണ് ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ 0.5% വീര്യമുള്ള മദ്യത്തിൻ്റെ 5% തൊട്ട് 0.10% വരെ വീര്യമുള്ള മദ്യത്തിൻ്റെ നികുതിയിൽ ഇളവ് വരുത്തി. അത് തീരുമാനം എടുത്തിട്ടില്ല, പക്ഷേ നികുതിയിൽ ഇളവ് വരുത്തിയതായിട്ട് ബജറ്റിൽ കാണിച്ചു. അതിന് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേൾക്കേണ്ടി വന്ന വിമർശനം ക്രൂരമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റി നികുതിയാണ്. നമുക്കറിയാം ഇലക്ട്രിസിറ്റി നികുതി ഇന്ത്യയിൽ ആരും ഈ കേരളത്തിലെ ജനങ്ങളെ പോലെ കൊടുക്കുന്നില്ല. പിന്നെ എവിടെ ഇനി ഇലക്ട്രിസിറ്റി നികുതി വർദ്ധിപ്പിക്കാൻ പറ്റുക? കഴിഞ്ഞ 10 വർഷം കൊണ്ട് അതിൻ്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഈ കെട്ടിട നികുതി, അതുമൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു വെച്ചിരിക്കുക. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് പിരിക്കാവുന്ന ഒരു നികുതിയും, സംസ്ഥാന ബജറ്റിൽ വർധനവ് കൊണ്ടുവരാവുന്ന ഒരു നികുതിയും സംസ്ഥാനത്തിന് വർദ്ധിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ മാക്സിമത്തിൽ എത്തിച്ചു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF ഗവൺമെൻറ്. അത്തരമൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ബജറ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അപ്പം അങ്ങനെ നികുതി വർധനവിലൂടെ വരുമാന സമാഹരണം സാധ്യമല്ല എന്ന് ഉറപ്പുള്ള ഗവൺമെൻറ്റാണ് അസറ്റ് മാനേജ്മെൻറ്റ് വഴി കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ചെലവ് ചുരുക്കി കൊണ്ടുവരിക, അങ്ങനെ സംസ്ഥാനത്തെ എഫിഷ്യൻ്റാക്കി മാനേജ് ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രക്രിയ, അതിൻ്റെയൊക്കെ ഭാഗമാണ് ക്ഷേമ പെൻഷനുകൾ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യവും അതുതന്നെയായിരുന്നു. ക്ഷേമ പെൻഷനുകൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന പേര് തന്നെ കൃത്യമായിട്ട് വ്യക്തിയിൽ അത് എത്തണം എന്നതുകൊണ്ടാണ്. ഇടനിലക്കാർ വഴിയല്ല, വ്യക്തിയിൽ തന്നെ ചെന്നെത്തണം, ബാങ്ക് വഴി വ്യക്തിയിൽ. അതാണ് കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. അതുതന്നെയാണ് നടത്തേണ്ടതും. കാരണം അതിനിടയ്ക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സഹകരണ ബാങ്കുകൾക്ക് കിട്ടേണ്ട ഒരു ഷെയർ കിട്ടിപ്പോകുന്നു, അതുപോലെ ഇതിൻ്റെ വിതരണക്കാർക്ക് ഒരു ഷെയർ കിട്ടിപ്പോകുന്നു, വിതരണക്കാർ ഗുണഭോക്താക്കളിൽ നിന്ന് വാങ്ങാവുന്നത് വാങ്ങിയെടുക്കുന്നു. ഇങ്ങനെ എല്ലായിടത്തും ലീക്കേജസ് ഉള്ള ഒരു സിസ്റ്റമായി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മാറി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, അതിൻ്റെ ലീക്കേജ് തടയുക, യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് പൂർണ്ണമായിട്ടും ആ തുക കിട്ടുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചാണ് ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ സഹകരണ ബാങ്കുകൾ വഴിയല്ല, അതായത് ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയോ അങ്ങനെ ബാങ്ക് വഴി മാത്രം ഇത് നടപ്പിലാക്കുക എന്ന തീരുമാനത്തിലെത്തിയത്. ഓഫ് കോഴ്സ് അതുകൊണ്ട് കിടപ്പ് രോഗികളെ പോലുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും അവരുടെ ബുദ്ധിമുട്ട് ഇല്ലാതെയാക്കാൻ അവരുടെ തന്നെ കിത്താൻകിൻ, അതായത് മക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ അവരോടൊപ്പം ഉണ്ടാകാം. അല്ലെങ്കിൽ അവർക്ക് പരിരക്ഷ കൊടുക്കുന്ന, ഇപ്പോൾ അവരൊരു വയോജന കേന്ദ്രത്തിൽ താമസിക്കുന്നു എന്ന് വെച്ചോളൂ, അപ്പോൾ അവരുടെ ആ വയോജന നടത്തിപ്പുകാർ അവർ കൈക്കൂലിയൊന്നും വാങ്ങാതെ തന്നെ തീർച്ചയായിട്ടും ആ എമൗണ്ട് അവർക്ക് വേണ്ടി കളക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് പോലെ
നമുക്ക് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കൃത്യമായിട്ട് ബെനിഫിഷ്യറിയിൽ എത്തിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കും. അതല്ല, അതിൽ നിന്ന് കുറച്ചൊക്കെ കൈയിട്ട് വാരി പലർക്കും കൊടുക്കണം, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതും നടക്കും. അതാണ് ഈ കഴിഞ്ഞ 10 വർഷം 2016 LDF ഗവൺമെൻറ് കാലത്താണ് ഇത് നടപ്പിലാക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഉണ്ടായിരുന്നത് ഇങ്ങനെ സഹകരണ ബാങ്കുകൾ വഴിയുള്ള കൊടുക്കൽ ആയിരുന്നു. അപ്പോൾ അതിനാണ് ഇപ്പോൾ അന്ത്യം കുറിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ചുവടുവയ്പ്പാണ്. അതായത് കാര്യക്ഷമമാകണം, ഏത് കർമ്മവും കാര്യക്ഷമമാകണം. അങ്ങനെ കാര്യക്ഷമതയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നത് കാര്യക്ഷമതയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് കാണുകയാണ് വേണ്ടത്. അതുമാത്രമല്ല, ഇവിടെ CAG ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. CAG KSSPLൻ്റെ അക്കൗണ്ടുകളെല്ലാം ഓഡിറ്റ് ചെയ്തു. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്. ഈ പെൻഷൻ ഫണ്ടാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊക്കെ കൊടുക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്നുമൊക്കെ പണം കടം കൊള്ളുന്നത്. അങ്ങനെ കടം കൊള്ളുന്ന പണത്തെ പറ്റി കൃത്യമായ കണക്കുകളോ അതിൻ്റെ പലിശ കൊടുക്കലിനെ പറ്റിയോ തിരിച്ചടവിനെ പറ്റിയോ ഉള്ള കൃത്യമായ കണക്കുകൾ ഒന്നുമില്ലെന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അത് തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം ഈ കടവും ഇതിൻ്റെ ബാധ്യതയും എല്ലാം വന്നു ചേർന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലയിലാണ്, ഖജനാവിലേക്കായി ഇതൊക്കെ വന്നു ചേരുന്നത്. അപ്പോൾ KSSPL പണം കടം വാങ്ങി ഈ പർപ്പസ് എന്താണ്? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുക. എന്നിട്ട് ആ ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള കൃത്യമായ റെക്കോർഡ്സ് ഇല്ല. കൃത്യമായ റെക്കോർഡ്സ് ഇല്ല എന്ന് വെച്ചാൽ കൃത്യമായും സത്യസന്ധമായും അല്ല ആ ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പാഴ്ചെലവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊക്കെ CAG റിപ്പോർട്ട് വെച്ച് തന്നെയാണ് റിപ്പോർട്ട് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗവൺമെൻറ് ഓഫ് കേരള റിപ്പോർട്ട് നമ്പർ 7 ഓഫ് ദ ഇയർ 2022. അപ്പം ഇത് 2021-22 നടത്തിയ 2016-17 മുതലുള്ള ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിൻ്റെ പഠനം 2016-17 തൊട്ട് 21-22 വരെയുള്ള കാലഘട്ടത്തിലാണ് ഓഡിറ്റിംഗ് നടത്തി CAG ഈ റിപ്പോർട്ടിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ. അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഈ പഠനത്തിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഓർക്കണം, അതിന് ശേഷമുള്ള കാലങ്ങളിലും ഇതിനേക്കാൾ വലിയ തോതിൽ അധർമ്മപരമായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ കറക്റ്റ് ചെയ്യേണ്ട സമയമായെന്നല്ല, സമയം കഴിഞ്ഞു. പണ്ടേ തുടക്കത്തിലേ ഇങ്ങനെ ആയിരിക്കരുതായിരുന്നു. ഇനി തുടങ്ങി എത്രയും നേരത്തെ അത് കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അതിന് ഈ CAG റിപ്പോർട്ടൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങളിൽ കിട്ടേണ്ടതല്ലേ? LDF സർക്കാർ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. നഖശിഖാന്തം അവർ മനസ്സുകൊണ്ട് എതിർക്കുകയും ഒക്കെ ചെയ്തു കാണും. എന്നിട്ടും അവരിതിന് ബദലായിട്ടൊന്നും ചെയ്തില്ല. IKM ഇൻഫർമേഷൻ കേരള മിഷനെ വെച്ച് ഈ സേവന സോഫ്റ്റ്വെയർ വേണ്ട രീതിയിൽ ശരിയാക്കാനോ ഈ മരിച്ചുപോയവരെ ലിസ്റ്റിൽ നിന്ന് മാറ്റാനോ ഒന്നുമുള്ള ശ്രമം വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ 1458 പേരുടെ കണക്ക് CAG പുറത്തുവിടുന്നത് 2022 റിപ്പോർട്ടിലല്ല. ഇത് 2024 റിപ്പോർട്ടിലാണ് CAG ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. 1458 പേർ സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനും കൂടി മേടിക്കുന്നു. അവരുടെ ശമ്പളം കൂടാതെ ശമ്പളം വാങ്ങുന്നത് സർക്കാരിൽ നിന്ന് നേരിട്ട്, ഇത് വാങ്ങിക്കുന്നത് ഈ സേവന സോഫ്റ്റ്വെയർ വഴിയായിട്ട്. അപ്പോൾ രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. സേവന സോഫ്റ്റ്വെയറിൽ പെൻഷൻ മേടിക്കുന്നവർ വേറെ എവിടെയെങ്കിലും പെൻഷൻ പണം മേടിക്കുന്നുണ്ടോ, സർക്കാരിൻ്റെ പണം വാങ്ങുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതെ പോയി. അഥവാ അതിനുള്ള താല്പര്യം ആരും കാണിച്ചില്ല. അതാണ് ഇത്രയും ഒക്കെ നഷ്ടം. ഈ വർഷങ്ങൾ കൊണ്ട് എത്ര കോടിയാണ് ഖജനാവിന് വന്ന നഷ്ടമെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ സർക്കാരിനോട് സഹകരിക്കണം, സർക്കാരിനോട് സ്തുതി പറയണം. കാരണം ഖജനാവിലെ നഷ്ടം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാവപ്പെട്ടവൻ ഏറ്റവും ദരിദ്രൻ തൊട്ട് ഏറ്റവും ധനികൻ വരെ കൊടുക്കുന്ന ഉപഭോക്തൃ നികുതികളും അല്ലാത്ത നികുതികളും ഒക്കെയാണ് ഈ ഖജനാവിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും അവകാശമുള്ളതാണ് ഖജനാവിൻ്റെ മേൽ. ആ ഖജനാവിൽ നിന്ന് അനധികൃതമായി ആരെങ്കിലും കടത്തിക്കൊണ്ട് പോകുന്നുവെങ്കിൽ അത് തടയുക എന്നത് ഈ സമൂഹത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തമാണ്.
അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, അതിനാണ് ഈ CAG റിപ്പോർട്ടൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഇപ്പോഴത്തെ ജനതയൊക്കെ വെബ്സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തും ഒക്കെ ജീവിക്കുന്നവരാ. പക്ഷേ ഇങ്ങനത്തെ റിപ്പോർട്ട്സ് ഒന്നും നോക്കില്ല. കാരണം അതൊക്കെ അലോസരപ്പെടുത്തുന്നതാണ്. അവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുക, കുറച്ച് കഷ്ടപ്പെടണം ഇതൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയൊക്കെ വരണമെങ്കിൽ. അത് പക്ഷേ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതത്തെ, ഘടനയെ എല്ലാം വലിയ തോതിൽ മാറ്റിമറിക്കാൻ സഹായിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം മുന്നേറാൻ. തീർച്ചയായിട്ടും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാങ്ക് വഴി ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കൃത്യമായിട്ട് ആ ഗുണഭോക്താവിൽ തന്നെ എത്തട്ടെ. അതിൽ നിന്ന് ഒരു പൈസ പോലും ലീക്ക് ചെയ്ത് പോകാതിരിക്കുകയും ചെയ്യട്ടെ.